കണ്ണൂരിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാനിരിക്കെയാണ് ചത്തത്. ഇന്നലെയാണ് കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കടുവയെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽനാഥ്, കടുവയുടെ ജഡം എവിടേക്കാണ് മാറ്റുന്നത്? പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോൾ ആരംഭിക്കും? മരണകാരണം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ? ലബീഷ്, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടൂരിൽ നിന്നും കടുവയെ മയക്കൂർ വെച്ച് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഈ പിടികൂടിയ സാഹചര്യത്തിൽ കടുവയുടെ ആരോഗ്യസ്ഥിതി മോശകരമായിരുന്നു. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ കടുവയെ പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് തുറന്നുവിടേണ്ട എന്ന ഒരു നിർദ്ദേശമായിരുന്നു ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ കടുവയ്ക്ക് ഇരപിടിക്കാൻ സാധിക്കില്ല എന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ കാട്ടിലേക്ക് ആദ്യഘട്ടത്തിൽ തുറന്നുവിടേണ്ട എന്ന നിർദ്ദേശം ഡോക്ടർമാർ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ഭാഗമായാണ് തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിന്റെ ഭാഗമായി രാത്രി 8:30 കൂടി തന്നെ ഈ കടുവയുമായി ഈ വാഹനം തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരുന്നു. എന്നാൽ കോഴിക്കോട് കൊയിലാണ്ടിൽ വെച്ച് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി ഈ കടുവ ചാവുകയായിരുന്നു. ഇത്തരത്തിൽ പിടികൂടിയ ആ സമയത്തുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ കടുവയുടെ ഒരു പല്ലും നഷ്ടപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഈ കടുവയ്ക്ക് ഉണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും ഈ മരണത്തിന്റെ വ്യക്തത, മരണ കാരണം വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരും. വയനാട് വെച്ചാണ് കടുവയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. നിലവിൽ ഇപ്പോൾ ഈ കടുവയുടെ ജഡവുമായി ഈ വാഹനം വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. ജഡം പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റുക. ഇന്നലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ വെച്ച് റബ്ബർ തൊഴിലാളി ഈ കടുവ കമ്പിവേലിയിൽ അകപ്പെട്ടത് കണ്ടിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പോലീസിനെയും ഒപ്പം തന്നെ വനം വകുപ്പിനെയും അറിയിക്കുകയും മാനന്തവാടിയിൽ നിന്ന് പ്രത്യേക സംഘം എത്തി കടുവയെ മയക്കുവെടി വെച്ച് ഇന്നലെ ഉച്ചയോടുകൂടി പിടികൂടുകയുമായിരുന്നു. ലിബീഷ്, ശരി അമൽനാഥ്, കണ്ണൂരിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാനിരിക്കെയാണ് കടുവ ചത്തത്. വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്.